ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. വക്കീൽ സാർ പറയും ഞാൻ ആരെയും ഇതുവരെ കൊന്നിട്ടില്ലെന്ന്. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. വക്കീൽ സാർ എന്താണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ജഡ്ജിയോട് പറയൂ ഞാൻ കൊന്നിട്ടില്ലെന്ന്. ഞാൻ തെറ്റുകാരിയല്ല. ഞാൻ തെറ്റുകാരിയല്ല. വ്യക്തമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഈ കോടതിക്ക് കുസും ബദാൻ മഹാജൻ ദീനദയാളന്റെ കൊലയാളിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ IPC 302 വകുപ്പ് പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിക്കുന്നു. She will be hanged by neck till death. She will be hanged by neck till death. No, mercy, my lord! Mercy! Mercy! Mercy, my lord! കുമാരി കുസും ബദാൻ, നിങ്ങളുടെ പല വക്കീലന്മാരുടെ വാദത്തിന് ശേഷം ഹൈക്കോടതിന്റെ സമ്മതത്തോടെ സെഷൻസ് കോർട്ടിൽ ഇന്ന് പുലർച്ചെ 6 മണിക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. ജയിലർ സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നോട് ദയ കാണിക്കൂ. ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല. ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല. ആരാ? നിക്കൂ, ഞാനിതാ വരുന്നു. ആരാ? ഗൗതം, നിങ്ങളാണോ? എന്തു പറ്റി ഗൗതം? നിങ്ങൾ ഈ നേരത്ത് ഈ സ്ഥിതിയിൽ എന്തു പറ്റി? ഇന്ന് അവളെ തൂക്കിക്കൊല്ലാൻ പോവാണ്. ആരെയാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത്? ആരെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്നത്? അവളെ അമിത്, അവളെ ഇന്ന് തൂക്കിക്കൊല്ലാൻ പോവാണ് അമിത്. ഗൗതം, ആദ്യം അകത്തേക്ക് വരൂ. ഇത് കുടിക്കൂ. ഇപ്പോൾ പറയൂ, ആരെയാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത്?
ആരെപ്പറ്റിയാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അമിത്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരു ക്ലയന്റ് കുസുംബദാനെ കുറിച്ച്? ആ, പറഞ്ഞിരുന്നോ? എന്നാൽ ആ കേസ് അവസാനിച്ച് 8-10 മാസങ്ങളായി കാണില്ലേ? ആ ആ പുലർച്ചെ 6 മണിക്ക് അവളെ തൂക്കിക്കൊല്ലാൻ പോവാണ്. നിങ്ങളിപ്പോ വിഷമിക്കുന്നത് അവളെ കുറിച്ച് ഓർത്താണോ? അതെ അമിത്, എന്റെ വിഷമത്തിന്റെ കാരണം ഞാൻ അവളുടെ വക്കീലായതുകൊണ്ടാണ്. എനിക്ക് അവൾ നിരപരാധിയാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അവളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗൗതം, 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 പ്ലീസ് കരയാതിരിക്കെ. ഗൗതം, പ്ലീസ്. നയനം ചന്ദന്തി ശസ്ത്രാണി നയനം ദഹതി പാവകഃ നചയനം ക്ലേദയന്ത്യാപോ നാശോഷയതി മാരുതഃ വാസാംസി ജീർണാനി യഥാ വിഹായ നവാ നിഗ്രഹണാതി നരോപരാണി തഥാ ശരീരാണി വഹായ ജീർണ നന്യാ നിശയ്യാതി നരോണി ദേഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. വൈകുന്നേരത്തെ പത്രത്തിൽ നിരപരാധിയായ കുസുമിന്റെ പടം കണ്ടത് മുതൽ അതുമുതൽ അവളുടെ മുഖം എന്റെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അവളുടെ കണ്ണുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഗൗതം നട്കർണി, നീ എന്ത് വക്കീലാണെന്ന്, ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന്. ഗൗതം, ഗൗതം, പ്ലീസ് റിലാക്സ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എല്ലാ ശ്രമവും നടത്തി നോക്കി. അവരെക്കുറിച്ച് ആലോചിക്കുന്നത് നിർത്ത്. വാട്ട് യു നീഡ് ഇസ് എ ഹോട്ട് കപ്പ് ഓഫ് കോഫി. പക്ഷെ ഒരു കാര്യം പ്രോമിസ് ചെയ്യണം, ഞാൻ കാപ്പി കൊണ്ടുവരുന്നത് വരെ വെറുതെ ഓരോന്ന് ആലോചിക്കരുത്. അഥവാ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പ്രിയപ്പെട്ട ഫിയാൻസിയെ പറ്റി മാത്രം. വരാൻ പോകുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ? ഞാനിപ്പോ വരാം. കോഫി. ഈ അവസ്ഥയിൽ തിന്നാനും കുടിക്കാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല. ഗൗതം, എന്താ ഈ പറയുന്നേ? അവളെ തൂക്കിലിടാൻ തയ്യാറെടുക്കുന്നുണ്ടാവും. ഗൗതം, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ അവളെ പറ്റി ഒന്നും ആലോചിക്കരുതെന്ന്. നിങ്ങൾ ഇത്ര അപ്സെറ്റായി ഞാൻ കണ്ടിട്ടേ ഇല്ല. യു ആർ എ പ്രൊഫഷണൽ ലോയർ. അവളെ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അതെ അമ്മേ, ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷെ എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. കാരണം എല്ലാ സാക്ഷികളും സാഹചര്യങ്ങളും തെളിവും എല്ലാം അവൾക്കെതിരായിരുന്നു. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തിനാ ഇത്ര വിഷമം? ഈ ഷോക്ക്, ഈ ദുഃഖം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തിനാ? അവയെല്ലാം അകറ്റണം ഗൗതം. ഫർഗെറ്റ് എവരിതിങ്. അമ്മേ, ഇതെന്റെ ആദ്യത്തെ മർഡർ കേസായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
പല വക്കീലന്മാരും കുറ്റവാളികളെ തൂക്കിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല, രക്ഷിക്കാനായില്ല. അവളെ തൂക്കിക്കൊന്നു. നിയമം കുസുമനെ ശിക്ഷിച്ചു. ഞാൻ തോറ്റു. റിലാക്സ് ഗൗതം. രാത്രി മുഴുവൻ നിങ്ങൾ ഇതേ ചിന്തയിൽ കിടന്ന് വിഷമിക്കുകയായിരുന്നോ? ഗൗതം, ഏത് തൊഴിലിൽ മുഴുകി നിങ്ങൾ ഈ ലോകത്തെ മറന്നുവോ, ഇന്ന് അതേ തൊഴിൽ നിങ്ങളുടെ മാനസിക വിഷമത്തിന് കാരണമായിരിക്കുന്നു. ഒരു കാര്യം കൂടി ഗൗതം, കുസും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്, എന്നേക്കുമായി. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. മറന്നേക്കോ അവളെ. നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അമിത മാത്രമേ ഉള്ളൂ. നിങ്ങളെ അമിതമായി സ്നേഹിക്കുന്ന അമിത, കുറച്ചു ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ പോകുന്നവൾ. വരൂ, നേരം പുലർന്നു കഴിഞ്ഞു. കുളിച്ചിട്ട് വരൂ, ഒരുമിച്ച് ചായ കുടിക്കാം. ഇല്ല അമിത്, ഇല്ല. ഞാൻ നിന്റെ സമാധാനം കെടുത്തി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. പാവം നിന്റെ ഉറക്കം ഞാൻ ഇല്ലാതാക്കി. ഞാനിപ്പോ നോർമലാണ്. ഐ ലവ് യു വെരി മച്ച് ഗൗതം. നിങ്ങളുടെ നല്ല മനസ്സിനെയും നിങ്ങളുടെ തൊഴിലിനോടുള്ള ഈ ആത്മാർത്ഥതയെയും ഐ ലവ് യു. ഐ ലവ് യു ടു അമ്മി. ബൈ. ബൈ. വക്കീൽ സാർ, ആരാ? വക്കീൽ സാർ,
വക്കീൽ സാർ, ആരാ ആരാ നീ? അവിടെ നിൽക്കൂ വക്കീൽ സാർ. എന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ ശരീരമില്ല, ആത്മാവേ ഉള്ളൂ. വക്കീൽ സാർ, ഈ വലിയ ലോകത്ത് എന്റെ അമ്മയും കൂടെ പിറന്ന സഹോദരനും ഒഴിച്ച് നിങ്ങൾ ഒരാൾ മാത്രമാണ് എന്റെ നിരപരാധിത്വം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? വക്കീൽ സാർ, ഞാൻ നിരപരാധിയാണെന്ന് കേണപേക്ഷിച്ചു, കരഞ്ഞു പറഞ്ഞു. എന്നാൽ എന്റെ നിലവിളി ആരും കേട്ടില്ല. നിങ്ങളുടെ നിയമവും എന്നെ തൂക്കിലിട്ട ജയിലറും അത് അംഗീകരിച്ചില്ല. വക്കീൽ സാർ, മരണത്തിന് ശേഷം എന്റെ ആത്മാവ് ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ എന്റെ പൊന്നനിയനും എന്റെ അമ്മയും മനം തകർന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കാണാനിടയായി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ല ആ കാഴ്ച എത്ര ദയനീയവും വേദനാജനകവുമായിരുന്നു എനിക്കെന്ന്. ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറയാനാണ് വന്നത്. എല്ലാം. ചേച്ചി, ചേച്ചി, ഈ പേപ്പറിൽ നിങ്ങൾ ഒപ്പിടണം. നിങ്ങളുടെ മകളുടെ ശവം കൊണ്ടുപോവാം. എന്നിട്ട് അവളുടെ അന്ത്യക്രിയകൾ ചെയ്യാൻ നോക്കണം. പ്ലീസ്. എവിടെ ഒപ്പിടൂ? ചേച്ചി, 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 നിന്റെ ചേച്ചി നിർദോഷിയായിരുന്നിട്ട് പോലും കൊലപാതകി എന്ന പേരോടല്ലേ മരിച്ചത്. ഞാനും നീയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കളങ്കം നമ്മുടെ ജീവിതത്തിനൊരു തീരാശാപമാണ്. വക്കീൽ സാർ, കൊലപാതകി എന്ന കളങ്കം ഇന്ന് എന്റെ നെറ്റിയിലും എന്റെ മാത്രമല്ല എന്റെ അനിയന്റെ അമ്മയുടെ നെറ്റിയിലും ചാർത്തിയിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഇനി അതുകൊണ്ട് എന്താണ് പ്രയോജനം? കളങ്കം എങ്ങനെ ഇല്ലാതാക്കുക? വക്കീൽ സാർ, ശരീരത്തിന് അതിരുകളുണ്ട്, അതിന് തടസ്സങ്ങൾ ഉണ്ടാവാം. എന്നാൽ ആത്മാവിന് തടസ്സങ്ങൾ മാത്രമല്ല, അതിരുകളുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് സഹായം? വക്കീൽ സാർ, എന്റെ പേരിൽ ചുമത്തപ്പെട്ട കൊലപാതകി എന്ന കളങ്കം മായ്ക്കണം. ഇനി ചെയ്യാനുള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് കുറേശ്ശെയായി മനസ്സിലാക്കി തരും എന്റെ നിരപരാധിത്വം എന്താണെന്ന്. വക്കീൽ സാർ, ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥ കൊലപാതകിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. ഗൗതം, 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 അമിത്, ഗൗതം, ഏ
ഗൗതം, ഞാൻ എത്ര നേരമായി ബെല്ലടിക്കുന്നു. എന്താ കഥ തുറക്കാഞ്ഞത്? എന്തു പറ്റി ഗൗതം? അവള് വന്നിരുന്നു അമ്മേ. ആരാ വന്നത്? ആരെ പറ്റിയാ പറയുന്നേ? അവള് എന്റെ ക്ലയന്റ് കുസും. എന്തായി പറയുന്നത് ഗൗതം? പുലർച്ചെ 6 മണിക്ക് അവളെ തൂക്കിലിട്ടു. എന്നിട്ടാണോ പറയുന്നത് അവൾ ഇവിടെ വന്നെന്ന്? അതെ, അവള് വന്നിരുന്നു. അവള് അവിടെ അവിടെ ഇതേ സ്ഥലത്ത് വന്നു നിന്നു. ഈ ജനലിലൂടെയാണ് വന്നത്. എന്നിട്ട് അവൾ ഇവിടെ നിന്നു, എന്നോട് സംസാരിച്ചു. ഞാൻ അവിടെ നിന്നു. ഗൗതം, നിങ്ങൾക്ക് ഇതുവരെ കുസുമിനെ അതിലൂടെയാണ് കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിമുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല. അവൾ എന്നിട്ട് ഇവിടെ വന്നു She is dead, ഗൗതം. She is no more. അത് നിങ്ങളുടെ സങ്കല്പം മാത്രമാണ് ഗൗതം. എന്നോട് സംസാരിച്ചു. അത് നിങ്ങളുടെ വെറുമൊരു സങ്കല്പമാണ്. അതെന്റെ സങ്കല്പമല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. എന്നെ ദയവ് ഇത് വിശ്വസിക്കേ. ഞാൻ ഒന്നും കേൾക്കാൻ തയ്യാറല്ല. അവള് നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് ഒരിക്കലും ഞാൻ സത്യത്തിന്റെ ചായ നൽകാൻ അനുവദിക്കില്ല. എന്റെ കൂടെ വാ ഗൗതം. പ്ലീസ് ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളെ ഈ വീട്ടിലിരിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇവിടുന്ന് പോണം. പ്ലീസ് ഗൗതം, പ്ലീസ്. ട്രസ്റ്റ് മീ ഗൗതം. ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. പ്ലീസ് പ്ലീസ് ഗെറ്റ് റെഡി. വരൂ. അമിത, എന്നോട് പറയൂ, നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നെന്ന്? എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. വാട്ട്? അമിത, ഡു യു തിങ്ക് ഐ ആം മാഡ്? അങ്ങനെയൊന്നുമില്ല ഗൗതം. എന്നാലും പ്ലീസ് ഒരു പ്രാവശ്യം പോവാം, എനിക്ക് വേണ്ടി. അമിത, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഗൗതം, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. മുഖം വെറുപ്പിക്കാതെ സ്മൈൽ. നടക്ക്. ഹായ് അമിത, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹായ് രാജേഷ്. ദിസ് ഇസ് ഗൗതം, എന്റെ വുഡ് ബി. ഇത് രാജേഷ്, എന്റെ കോളേജ് മേറ്റ് ആണ്. ഹീസ് എ സൈക്കാട്രിസ്റ്റ്. ഹായ്. ഹായ്. ഇരിക്കൂ. താങ്ക് യു. സോറി, ഞാൻ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ വന്നത്. നീ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. പറയൂ, കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഗൗതം, എനിക്കങ്ങനെ വിളിക്കാലോ അല്ലേ? ആ, വിളിക്കാം. നിങ്ങൾക്ക് എന്നെ രാജേഷ് ഒന്നും വിളിക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അമിത ഒട്ടും മാറിയിട്ടേ ഇല്ല. അവക്ക് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ഇഷ്ടമല്ല. ഷീ കം സ്ട്രേറ്റ് ടു ദ പോയിന്റ്. എനിവേ, പറയൂ, കാര്യം എന്താണെന്ന്. രാജേഷ്, ഗൗതം എന്റെ ജീവനാണ്. ഇന്നലെ രാത്രി മുതൽ എന്റെ ഈ ജീവൻ വളരെ വിഷമത്തിലാണ്, വളരെ അസ്വസ്ഥനാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എങ്ങനെ ഇദ്ദേഹത്തെ സഹായിക്കുക? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. പക്ഷേ കാര്യം എന്താണ്? ഇദ്ദേഹം ഒരു നല്ല വക്കീലാണ്. ഏകദേശം 1 കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിന് കുസും എന്നൊരു പെണ്ണിന്റെ കേസ് വാദിക്കേണ്ടി വന്നു. ആ പെണ്ണൊരു മണി ലെൻഡറിനെ മർഡർ ചെയ്തതാണ്. കൂടാതെ പോലീസിന്റെ അടുത്ത് അവർക്കെതിരായി ചില തെളിവുകളും ഉണ്ട്. അവയുടെ അടിസ്ഥാനത്തിൽ കോടതി അവരെ തൂക്കിക്കൊല്ലണമെന്ന് വിധി കൽപ്പിച്ചു. എന്താ ഇതമിത്? നീ ഇപ്പൊ പറഞ്ഞതൊരു സാധാരണ സംഭവമല്ലേ? ഇതിലെന്താ ഇത്ര പ്രശ്നമുള്ളത്? അല്ല രാജേഷ്, ഇത് സാധാരണ സംഭവമല്ല. ഇന്ന് പുലർച്ചെ 6 മണിക്ക് കുസുമിനെ തൂക്കിക്കൊന്നിരിക്കുന്നു. അവൾ നിരപരാധിയായിരുന്നു. എനിക്ക് അവളുടെ നിരപരാധിത്വത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ശരി ഗൗതം, നീ ഒരു വക്കീലല്ലേ, ജഡ്ജിയല്ല. വക്കീലിന്റെ ജോലി ഇതാണ്, തന്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുക എന്നത്. കോടതിയുടെ കടമ വിധി പ്രസ്താവിക്കുകയാണ്. കോടതിക്ക് അവർ കുറ്റക്കാരിയാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. അവരെ തൂക്കിക്കൊന്നതോടെ ഈ കേസും അവസാനിച്ചില്ലേ? There is nothing abnormal in this case. രാജേഷ്, നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേയില്ല. കാലത്ത് 9 മണിക്ക് കുസും എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വെയിറ്റ്, അവളെ 6 മണിക്ക് തൂക്കിക്കൊല്ലുന്നു, എന്നിട്ട് 3 മണിക്കൂറിന് ശേഷം അവൾ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നെ കാണാൻ വന്നുവെന്നോ? അതെ രാജേഷ്, ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അവളെ എന്നെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് അവൾ എന്നോട് സംസാരിച്ചു. ഒരു മിനിറ്റ്, കുസുവിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചോ? യെസ്, ഇറ്റ്സ് ട്രൂ. ഗൗതം, ആത്മാവെന്നും ആത്മാവല്ലേ? അതിനൊരിക്കലും
ശരീരമുണ്ടാവില്ല. ആ ഗൗതം, ഇങ്ങനെയാവാം. നിന്റെ സങ്കല്പത്തിൽ അങ്ങനെ തോന്നാൻ വഴിയുണ്ട്. ദാറ്റ് ഇസ് പോസിബിൾ. അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവളെ കണ്ടതൊരു മിഥ്യയാവാം. ദാറ്റ് ഇസ് പോസിബിൾ. പക്ഷെ നീ അവളോട് സംസാരിച്ചത് ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. കാരണം സംസാരിക്കണമെങ്കിൽ ഒരു ശരീരം തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശരീരത്തിൽ ഒരു നാക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു നാക്കുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഇവയൊന്നുമില്ലെങ്കിൽ നാം അവരെ ജീവിച്ചിരിക്കുന്ന ശവമെന്നാണ് പറയുക. കൂടാതെ ആത്മാവിന്റെ അടുത്ത് ഒരു ശരീരം ഉണ്ടാവില്ലല്ലോ. എങ്കിലവർ എങ്ങനെയാണ് സംസാരിക്കുക? എന്താണ് ആലോചിക്കുന്നത്? രാജേഷ്, നിങ്ങളുടെ സംസാരത്തിൽ ലോജിക്കുണ്ട്. ഈ പറഞ്ഞത് ശരിയാണ്. എന്നാൽ രാജേഷ്, ഞാൻ അവരോട് സംസാരിച്ചു എന്നത് സത്യമാണ്. ഇല്ല ഗൗതം, നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സങ്കല്പത്തോട്, നിങ്ങളുടെ തകർന്ന മനസാക്ഷിയോട്, നിങ്ങളോട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. എന്ത്? യേസ് ഗൗതം, നിങ്ങൾ നിങ്ങളോടാണ് സംസാരിച്ചത്. അവൾക്ക് വധശിക്ഷ കിട്ടിയത് നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടാണെന്ന്. എല്ലാറ്റിലുപരി നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു അവൾ നിരപരാധിയാണെന്ന്. നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ സ്വബോധത്തെ, നിങ്ങളുടെ ശബ്ദകോശങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവില്ലായ്മയാണ് കുസുമിന്റെ മരണത്തിന് കാരണഭൂതമായതെന്ന്. ഗൗതം, നിങ്ങൾ ഇന്നത്തെ മനുഷ്യനാണ്. ചിലപ്പോൾ കുസുമിന്റെ മരണം നിങ്ങളുടെ ബുദ്ധിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് വ്യാകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ശീലിക്കുക. എന്നിട്ട് നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് നിർത്തുക. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം രാജേഷ്. കാരണം ഞാൻ കുസുമിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമിത കതവിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ഞാൻ കതകിന് നേരെ നോക്കി. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് കുസുമിനെ നോക്കിയപ്പോ അവൾ അപ്രത്യക്ഷയായിരുന്നു. എക്സാക്ട്ലി. അവൾ അപ്രത്യക്ഷയായതല്ല. അമിത നടുവിൽ വന്നപ്പോ നിങ്ങളുടെ സങ്കല്പം ചെതറി. നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് രൂപം നൽകിയിരുന്നു. അത് തകർന്നു. അതിന്റെ തുടർച്ചയും തകർന്നു. ആ, അതായിരിക്കാം ശരി. സത്യമായും അതാണ് ഉണ്ടായത്. ഗൗതം, ഇന്ന് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ഫ്രണ്ട് അമിതയുടെ ജീവിത പങ്കാളിയായിട്ട്. മതി, അനാവശ്യ ചിന്തകളെല്ലാം തലച്ചോറിന് പുറത്ത് കളയുക. Come on, let's go and have a cup of coffee. Come on. താങ്ക്സ് രാജേഷ്. എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് എത്ര നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എനിക്കും തോന്നി തുടങ്ങി ഞാൻ ഈ കണ്ടതെല്ലാം തന്നെ എന്റെ സങ്കല്പത്തിന്റെ പ്രതിരൂപമാണെന്ന്. എന്റെ തലച്ചോറിലുണ്ടായിരുന്ന എല്ലാ ഭാരവും എന്റെ സ്വന്തം ഇല്യൂഷനായിരുന്നെന്ന്, എന്റെ മിഥ്യയായിരുന്നു. താങ്ക്സ് എ ലോട്ട് രാജേഷ്. Welcome. Anytime. Are you feeling all right now? ഐ തിങ്ക് സോ. That's great. Thank you, രാജേഷ്. Welcome. ആട്ടെ, കോഫി തരാന്ന് പ്രോമിസ് ചെയ്തില്ലേ? ലെറ്റ്സ് ഹാവ് ഇറ്റ് മാൻ. Sure. വരൂ, ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം. ചേച്ചി, മോനെ, കർമ്മങ്ങളൊക്കെ നടന്നു കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾ പുറപ്പെടുകയാണ്. മോൻ കരയരുത്. ചേച്ചി, ചേച്ചി, സുനിൽ, സുനിൽ, ആരാ? സുനിൽ, ചേച്ചി, സുനിൽ, സുനിൽ, ഭയപ്പെടരുത്. ഞാൻ നിന്റെ ചേച്ചിയാണ്, കുസു. ഞാനിപ്പോൾ ശരീരമില്ലാത്ത
ആത്മാവാണ്. എന്നാൽ ഒരു ചേച്ചി കാരണം നീ എത്രമാത്രം ദുഃഖിതനാണ്. സുനിൽ, ഞാൻ നിന്നെ തേടി വന്നതാണ്. കാരണം ഞാൻ അമ്മയ്ക്കും നിനക്കുണ്ടാക്കിയ കളങ്കം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. സുനിൽ, നീ എന്നെ കണ്ട് പേടിക്കരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്തെങ്കിലേ ഈ കളങ്കം അകലുകയുള്ളൂ. എന്നാലേ എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. പക്ഷേ നീ എന്നെ സഹായിക്കണം. ഇപ്പോൾ ഞാൻ ആത്മാവാണ്. സുനിൽ, ഇപ്പോൾ എനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നിനക്ക് കാണാനാവാത്തതല്ല. ഞാൻ നിന്നെ അജിത് സുലങ്കിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അജിത് സുലങ്കി? ആ, അതെ, അജിത് സുലങ്കി. അയാളാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി. അയാൾ എന്റെ നിരപരാധിത്വത്തിന്റെ തെളിവാണ്. പറയൂ, സഹായിക്കില്ലേ നീ എന്നെ? വരില്ലേ നീ എന്റെ കൂടെ? ആ, വരാൻ ചേച്ചി. വാ സുനിൽ. സുനിൽ, ഈ മുറിയിൽ ഒരു അലമാരയുണ്ട്. ആ അലമാരയിൽ റോസ് നിറത്തിൽ ഒരു ഫയലുണ്ട്. അതിലൊരു പ്രോനോട്ടുണ്ട്. ചെല്ല്, അതെടുത്തോണ്ട് വാ. ചേച്ചി, ചേച്ചി പറഞ്ഞ പേപ്പർ ഇതിലുണ്ട്. കൊണ്ടുവാ, ഇങ്ങോട്ട് കൊണ്ടുവാ. ചേച്ചി, ഇതല്ലേ ആ പ്രോനോട്ട്? അതെ, ഇതാണ് ആ പ്രോനോട്ട്. സുനിൽ, നീ ഇത് വേഗം വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ചെല്ലേ. ആ, ശരി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ചേച്ചി, ചേച്ചി. ആഹാ, അമ്മയോ? നമസ്കാരം വക്കീൽ സാർ. എന്താ? വളരെ നേരമായി കാത്തിരിക്കുകയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട്. നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്ക് അവരുടെ അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാനായില്ല. ഇനി പറഞ്ഞിട്ട് എന്താ സാർ? ശിക്ഷ അവൾ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? എനിക്ക് ജീവിതത്തിൽ ഒരു മകൾ നഷ്ടപ്പെട്ടു. എന്നെ എന്തിനാണ് കാണാൻ വന്നത്? അത് എന്റെ മകൻ സുനിൽ പറഞ്ഞു. അവൻ കുസുമിനെ കണ്ടെന്ന്. എന്ത്? ആ, അതെ വക്കീൽ സാർ. ഇവൻ അന്ന് കുസുമിന്റെ അന്ത്യകർമ്മം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കൂടെ ഉണ്ടായിരുന്നവർ മുൻപേ നടന്നു. ഇവൻ പിറകിലായി. അതെ വക്കീൽ സാർ, ഞാൻ ചേച്ചിയെ കണ്ടു.
ചേച്ചി എന്നോട് പറയാ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ എല്ലാ കളങ്കവും ചേച്ചി ഇല്ലാതാക്കൂന്ന്. എന്നിട്ട് ചേച്ചി പറഞ്ഞു ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ. ഇനിയൊന്നും ബാക്കിയില്ല വക്കീൽ സാർ. ഈ കടലാസിൽ എഴുതിയത് എന്തായാലും അതിനെ കുറിച്ച് എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു സത്യം പറയട്ടെ, എന്റെ മകൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഫയൽ നിങ്ങളെ ഏൽപ്പിച്ചത്. അതിനു വേണ്ടിയാ ഞങ്ങൾ വന്നത്. വരട്ടെ വക്കീൽ സാർ, ഞങ്ങൾ പോകുന്നു. മാമോനെ. ഇതിന്റെ അർത്ഥം അജിത് സോളങ്കി ദീനദയാളിന്റെ അടുത്ത് നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്നല്ലേ? ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. സത്യമല്ലാതെ ഞാനൊന്നും പറയില്ല. ഞാൻ സത്യം പറയാം. ദീനദയാളിന്റെ കൊലപാതകത്തിലെ സാക്ഷികൾ 3 ആണ്. അവരിൽ ഒന്ന് ഞാനാണ്. കൊലപാതകം ചെയ്ത ശേഷം ഈ നിൽക്കുന്ന സ്ത്രീ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. എനിക്ക് എവിടെയും ധൈര്യസമേതം പറയാൻ കഴിയും, ഈ കുറ്റം കുസുമാണ് ചെയ്തത്. ഈ മനുഷ്യൻ പച്ചക്കള്ളമാണ് പറയുന്നത്. എന്റെ കക്ഷി നിർദോഷിയാണ്. കുസും പ്രധാൻ കൊല ചെയ്തിട്ടില്ല യുവർ ഓണർ. അവർ നിരപരാധിയാണ്. അവർ നിരപരാധിയാണ് യുവർ ഓണർ. നിങ്ങൾ കുസുമിന്റെ കേസ് ഫയൽ കണ്ടില്ലേ? അതിലൊരു പ്രോനോട്ടുണ്ട്. ആ പ്രോനോട്ട് ദീനദയാൽ അജിത് സോലങ്കിക്ക് 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഒപ്പിട്ട് കൊടുത്താണ്. വക്കീൽ സർ, ഞാൻ വെറും 5 ലക്ഷമേ അദ്ദേഹത്തിനോട് കടം വാങ്ങിച്ചിട്ടുള്ളൂ. എന്നാൽ അയാൾ ദീനദയാലിന്റെ അടുത്തുനിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ മുഴുവൻ വിവരങ്ങളും അറിയാൻ പോലീസ് ഒരിക്കലും ശ്രമിച്ചു നോക്കിയിട്ടില്ല. ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായ അജിത് സോലങ്കിയും ദീനദയാലിനോട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ആയിരിക്കാം. എന്നാൽ അതുകൊണ്ട് എന്താ? കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച പേപ്പർ വെയിറ്റിൽ നിങ്ങളുടെ കൈരേഖയാണ് പറഞ്ഞിട്ടുള്ളത്. ദീനദയാലിന്റെ മുഖത്തും ദേഹത്തും ഉണ്ടായിരുന്ന നഖത്തിന്റെ പാടുകളും നിങ്ങളുടേതായിരുന്നു. കൂടാതെ കൊല ചെയ്ത ശേഷം നിങ്ങൾ അവിടുന്ന് പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. ആ കണ്ടവരിൽ അജിത് സോളങ്കി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. പോലീസ് എൻക്വയറി നടത്തുന്ന സമയത്ത്
ഈ പ്രോനോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? വക്കീൽ സാർ, നിങ്ങൾ മറന്നല്ലേ? ഇപ്പോൾ എനിക്ക് ശരീരമില്ല, ആത്മാവാണ്. ആത്മാവിന് എവിടെയും ചെന്നെത്താൻ സാധിക്കും. ഈ പ്രോനോട്ട് എനിക്ക് അജിത് സോളങ്കിയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. എന്ത്? അതെ, ഞാൻ ഇതെല്ലാം ചെയ്യാൻ കാരണം യഥാർത്ഥ കൊലപാതകയ്ക്ക് ശിക്ഷ ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. എന്നെ നിരപരാധിത്വം തെളിയിക്കണം. നിങ്ങൾ അജിത് സോളങ്കിയെ കാണണം. അജിത് സോളങ്കിയെ കാണാനോ? പക്ഷേ വക്കീൽ സാർ, നിങ്ങൾ എന്നെ ഭയപ്പെടരുത്. അല്പനേരത്തേക്ക് ഇങ്ങനെ ചിന്തിക്ക്. ഒരു നിർദോഷിയായ പാവപ്പെട്ട ഒരു പെണ്ണ് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണെന്ന്. വക്കീൽ സാർ, കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങൾ എന്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ അനിയനും എന്റെ അമ്മയ്ക്കും ഈ കളങ്കം ഏർപ്പെട്ട ശേഷം സമൂഹത്തിൽ ജീവിക്കാനാവുമോ? ഇല്ല. വക്കീൽ സാർ, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എനിക്ക് നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. അജിത് സോലങ്കി ഇപ്പോൾ ഭീതിയുടെ നിഴലിലാണ്. എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? ഞാൻ മരിക്കും. ഞാൻ മരിക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? വക്കീൽ സാർ, ഞാൻ വീണ്ടും വരും. ഡോക്ടർ രാജേഷ് ഹിയർ. രാജേഷ്, ഞാൻ ഗൗതമാണ്. ഹലോ ഗൗതം, ഹൗ ആർ യു? അവള് വീണ്ടും വന്നിരിക്കുന്നു. ആഹാ, എവിടെ? നിന്റെ സ്വപ്നത്തിലാ? രാജേഷ്, ഞാൻ പറയുന്നു കേക്ക്. അവൾ വീണ്ടും വന്നിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ കത്തുന്ന സീർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഇടത്തെ കൈ പൊള്ളിച്ചു നോക്കി. രാജേഷ്, എനിക്കപ്പോ ബോധം ഉണ്ടായിരുന്നു. നിന്നോടിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പൊള്ളിയ പാടം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജേഷ്, അവൾ എന്നോട് പറഞ്ഞു അവള് വീണ്ടും വരുമെന്ന്. അവള് വീണ്ടും വരും രാജേഷ്. ഇപ്പൊ നീ പറയില്ലല്ലോ ഇതെന്റെ തോന്നലായിരുന്നെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം രാജേഷ്. അവള് വരും. ഗൗതം, അവള് തീർച്ചയായും വരും രാജേഷ്. ഗൗതം, ഹലോ. അവള് വരും. ഹലോ, അവൾ തീർച്ചയായും വരും. ഹലോ. പറയൂ വക്കീൽ സാർ, എന്താ വേണ്ടേ? എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട് ഇൻസ്പെക്ടർ. എന്താ അത്? ഞാൻ കുസുമയുടെ കേസിന്റെ ഫയൽ റീഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ആ കേസ് ക്ലോസ് ചെയ്ത് കൊലപാതകയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇനി അത് റീഓപ്പൺ ചെയ്തിട്ട് എന്താ പ്രയോജനം? എനിക്ക് ഈ കേസിൽ ഒരു ക്ലൂ കിട്ടിയിരുന്നു. ക്ലൂ? എന്താ അത്? ഈ പ്രോനോട്ട് നോക്കൂ. ഈ പ്രോനോട്ട് കുസും മർഡർ കേസിലെ ഒരു പ്രധാന സാക്ഷിയായ അജിത് സോളങ്കിയുടെ പേരിലുള്ളതാണ്. ഈ പ്രോനോട്ട് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു?
ഇതെനിക്ക് കുസുമിന്റെ അമ്മയാണ് തന്നത്. പക്ഷേ ഈ പ്രോനോട്ടിനും കുസും മർഡർ കേസിനും എന്താണ് ബന്ധം? ബന്ധമുണ്ട് ഇൻസ്പെക്ടർ സാർ. അജിത് സോളങ്കിയും ദീനദയാലിന്റെ അടുത്തുനിന്ന് 10 ലക്ഷം രൂപ കടമായി വാങ്ങിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവാണല്ലോ ഈ പ്രോനോട്ട്. ഇൻസ്പെക്ടർ സാർ, ഇങ്ങനെ നടന്നിരിക്കാൻ ഇടയുണ്ട്. അജിത് സോളങ്കിക്ക് പണം തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ദീനദയാൾ അയാളെ ജയിലിലാക്കുമെന്ന് ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തിയിരിക്കാം. ആ ഭയം കൊണ്ട് അയാൾ ദീനദയാളിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും. നോക്കൂ വക്കീൽ സാർ, എല്ലാ തെളിവുകളും കുസുമിനെതിരായിരുന്നു. മാത്രമല്ല, പേപ്പർ വെയിറ്റിൽ കണ്ട അവളുടെ വിരലടയാളം, കൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന അവളുടെ ബാഗ്, ഇതിലെല്ലാം ഉപരി അവിടെ നിന്ന് കിട്ടിയ പ്രോനോട്ടിലും കൂടി അവളുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തെളിവുകളുടെ വെളിച്ചത്തിലാണ് അവളെ തൂക്കിക്കൊന്നത്. ഈ പ്രോനോട്ട് നിങ്ങൾക്ക് കുസുമിന്റെ അമ്മയാണ് തന്നതല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് അജിത് സോളങ്കി ദീനദയാലിന്റെ രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് പ്രോനോട്ട് തിരിച്ചു വാങ്ങിച്ചിട്ടുമുണ്ടാവും. ഇങ്ങനെയും നടക്കാമല്ലോ. കുസുമിന്റെ അമ്മ ഒരുപക്ഷെ അജിത് സോളങ്കിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോനോട്ട് മോഷ്ടിച്ചിരിക്കാം. വക്കീൽ സാർ, നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ തീരുമാനം കൊണ്ട് കുസുമിന്റെ അമ്മയും അവളുടെ അനിയനും 2 പേരും കുടുങ്ങും. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഒരിക്കൽ ക്ലോസ് ചെയ്ത ഫയല് വീണ്ടും റീഓപ്പൺ ചെയ്യിച്ച് നിങ്ങൾ പോലീസിന് പ്രശ്നമുണ്ടാക്കുകയാണ്, കൂടാതെ കുസുമിന്റെ അമ്മയ്ക്കും. ഇപ്പൊ വരുന്നേ. ശരി, കാത്തിരിക്കാം. ഞങ്ങൾ കുറെ നേരമായി കാത്തിരിക്കുന്നു ഗൗതം. സോറി. ഹായ് രാജേഷ്. Come in. ഇനി പറയൂ, എവിടെയായിരുന്നു? ഞാൻ ആ ഇൻസ്പെക്ടറെ കാണാൻ പോയതാ. കുസും മേഡ കേസ് അന്വേഷിച്ചത് അയാളാ. ഗൗതം, നിങ്ങൾക്ക് ഇതെന്തു പറ്റി? ഇതെല്ലാം വേണ്ടാത്ത സങ്കല്പങ്ങളാണ് ഗൗതം. കാര്യം അങ്ങനെയൊന്നല്ല അമിത്. ഞാനും അങ്ങനെ വിചാരിച്ചത് ഇതൊക്കെ സങ്കല്പമാണെന്ന്. ഇത് കണ്ടോ, ഈ പ്രോനോട്ട് നോക്ക്. ഇതാരാ തന്നെന്നറിയോ? ഈ പ്രോമിസറി നോട്ട് നിനക്ക് കുസും നേരിട്ട് തന്നതാ? അല്ല, കുസുമിന്റെ അമ്മയും അനിയനും ഇവിടെ വന്നിരുന്നു. അവരാണ് എനിക്കിത് കൊണ്ടു തന്നത്. നീ ഇത്ര ഇന്റലിജന്റ് ആയ വക്കീലായിരുന്നിട്ട് കൂടി ഈ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ഈ പ്രോമിസറി നോട്ട് അജിത് സോലങ്കിയുടെ പേരിലുള്ളതാണെന്ന് കടം വാങ്ങിയ ശേഷം അയാൾ ദീനദയാലിന് കൊടുത്തതാണിത്. അത് തന്നെയാണ് ഞാനും പറയുന്നത് രാജേഷ്. അജിത് സോലങ്കി കാശ് അടച്ചു തീർത്തതിന് ശേഷം ദീനദയാളിൽ നിന്നും ഈ പ്രോമിസറി നോട്ട് തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും. ആ, ഇത് തന്നെയാണ് ഇൻസ്പെക്ടർ കുൽക്കർണി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തികച്ചും സത്യമാണ്. നോക്ക് ഗൗതം, മകളുടെ മരണത്തിൽ ഭ്രാന്ത് പിടിച്ച ഒരമ്മ എന്നും ചെയ്യാൻ മടിക്കില്ല. ഇപ്രാവശ്യത്തെ നിന്റെ കൺഫ്യൂഷന് കാരണക്കാരി കുസുമല്ല, അവളുടെ അമ്മയാണ്. ഇത് നിന്റെ തോന്നലാണ് ഗൗതം, നിന്റെ ഇല്യൂഷനാണ്. എങ്കിലിതോ, എന്റെ കയ്യിൽ സിഗരറ്റ് കൊണ്ടുണ്ടായ ഈ പാട് ഇതെന്താ? ഇപ്പോഴും നിങ്ങൾ പറയോ ഇതെന്റെ തോന്നലാണെന്ന്, ഇല്യൂഷനാണെന്ന്? അമിത്, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ പറഞ്ഞ സത്യമാണ്. കുസും ഇവിടെ വന്നിരുന്നു. അവൾ എന്നോട് പറഞ്ഞു അവൾ വീണ്ടും ഇവിടെ വരുമെന്ന്. ശരി, എങ്കിൽ ഞങ്ങളും അവളെ കാത്തിരിക്കാം. ഇന്ന് ഞാനും അമിതയും നിന്റെ അതിഥികളായിരിക്കും. കുസുമിനെ കണ്ടുമുട്ടുന്നവരെ അമിതയും ഇവിടുന്ന് പോവില്ല, ഞാനും. നീ കാരണം കൊണ്ട് എനിക്ക് ആത്മാക്കളെ കാണാനുള്ള സന്ദർഭം ഉണ്ടാകുമല്ലോ. അമിത്, can you get us a cup of coffee? Yeah, sure. വരൂ, കമൺ ഗൗതം. അതുവരെ നമുക്ക് ആത്മാക്കളെ കാത്തിരിക്കാമല്ലോ. നിങ്ങൾക്കതിൽ
ആക്ഷേപമൊന്നുമില്ലല്ലോ? ഏ? ഇല്ല. സാർ ചായ. വേണ്ട വേണ്ട, പോ 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 പോ. ആരാ ആരാ ആരാ? കുസും കുസും കുസും, നീ നീ അതെ, ഞാൻ തന്നെ. നിന്നെ നിന്നെ തൂക്കി തൂക്കി നിന്നെ തൂക്കിക്കൊന്നു. എന്നാൽ ദീനദയാലിനെ കൊന്നത് ഞാനല്ല. അത് നിങ്ങൾക്കും വളരെ നന്നായിട്ട് അറിയാം. എനിക്കങ്ങനെ. അതെ, അജിത് സോളങ്കി മരിച്ചതിന് ശേഷം എന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തേടി വന്നത്. എന്നെ തേടി എന്തിനാ? ഇതറിയാൻ വേണ്ടി. ദീനദയാലിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ 10 ലക്ഷം രൂപ കടം വാങ്ങിയില്ലേ? ആ കടം വീട്ടുന്നതിന് പകരമായി നിങ്ങൾ അയാളെ കൊല ചെയ്തു. എന്താ? അജിത് സോളങ്കി, രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പറയൂ, നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നത്? അയാളെന്നെ പേടിപ്പിച്ചു, എന്നെ ജയിലിലാക്കുന്ന ഭീഷണിപ്പെടുത്തി. പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്തത്? അജിത് സോളങ്കി, നടന്നതെല്ലാം മറച്ചു വെക്കാതെ തുറന്നു പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഇപ്പോൾ നീ ശരീരമല്ല, ആത്മാവാണ്. ശരീരത്തെയാണ് നിയമം ശിക്ഷിച്ചത്, ആത്മാവിനെയല്ല. ആത്മാവിന് എന്തും ചെയ്യാൻ സാധിക്കും. പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ദീനദയാൽ കൊല്ലപ്പെട്ട അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നു. അജിത് സോലങ്കി, നിങ്ങൾ പണം കൊണ്ടുവന്നാ? എന്നോട് ക്ഷമിക്കണം സേട്ട്, പണം ഒന്നും ശരിയായിട്ടില്ല. 4 മാസമായിട്ട് നിങ്ങൾ ചെക്കെല്ലാം ബോൺസാകല്ലേ? നിങ്ങൾ ഒന്നാം നമ്പർ ചതിയനും ചറ്റയുമാണ് കേട്ടോ. നിങ്ങൾ തന്നെ എല്ലാ ചെക്കും ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ കാര്യം വിലങ്ങ് വെപ്പിച്ചില്ലെങ്കിലേ എന്റെ പേര് ദീനദയാളെന്നല്ല. അങ്ങനെ ചെയ്യരുത് സേട്ട്, നിങ്ങളുടെ കടം ഞാൻ വീട്ടിക്കൊള്ളാം. എനിക്ക് കുറച്ച് ദിവസത്തെ സമയം കൂടി തരണം. ഇത്തവണ ചെക്ക് മാത്രമല്ല, ഞാൻ ക്യാഷ് തന്നെ തരാം. എടോ ചതിയ, കള്ള, വഞ്ചക, പോടോ ഇവിടുന്ന്. സേട്ടെ, ആ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. ഏത് പെണ്ണാടോ? കുസും വന്നിട്ടുണ്ട്. കുസും വന്നിട്ടുണ്ടോ? ചെല്ലി വേഗം നീ അവളെ അങ്ങോട്ട് അയക്ക്. പിന്നെ ഒരു കാര്യം, നീ തിരിച്ചിങ്ങോട്ട് വരണ്ട. നിനക്ക് അടുക്കളയിൽ നിറയെ ജോലിയുള്ളതല്ലേ, വേഗം ചെന്ന് മുഴുവൻ നോക്ക്. ശരി സേട്ടെ, വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല, ഇവിടെ അങ്ങോട്ട് പോടോ. കുസും വന്നിട്ടുണ്ട്. കുസും വരുന്നുണ്ട് കേട്ടോ. കുസും വരുന്നുണ്ട്.
തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി സേട്ട്, ഞാൻ എടോ താഴെ പോയിട്ടില്ലേ? എടോ ചെന്ന് നിന്നെ പണി നോക്കണോ? എടോ എനിക്ക് ആ പെണ്ണിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. എടോ പോടോ, തലങ്കാലിയേക്ക് പോ. തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ കുസുങ്കന്ന് കുസും റാണി. കുസും റാണി വന്നാട്ടെ. സുഖം തന്നെയല്ലേ? ഞാൻ പണം തിരിച്ചു തരാൻ വന്നതാണ്. പണം തിരിച്ചിടാൻ എന്തിനാത്ര ധൃതി കുസും റാണി? നിനക്കറിയില്ല നിന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി ഞാൻ എത്ര കാത്തിരിക്കുന്നുണ്ടെന്ന്. അനാവശ്യം പറയുന്നത് നിർത്തൂ ദീനദയാൽ സാർ. നിങ്ങൾ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നിട്ടും തെറ്റായ വിധത്തിലാണ് നിങ്ങൾ എന്നെ കാണുന്നത്. തെറ്റായ വിധത്തില്ല, സ്നേഹത്തോടെയാ കാണുന്നത്, പ്രേമത്തോടെയാണ് കുസും റാണി. അച്ഛന്റെ അസുഖം കാരണം ഞാൻ നിങ്ങളോട് പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് പലിശയടക്കം ഞാൻ തിരിച്ചു തന്നേക്കാം. ഇതാ ഈ പണം വാങ്ങിയിട്ട് എന്റെ പ്രോനോട്ട് തിരിച്ചതാ. അയ്യോ, നീ ഒരു മണ്ടി പെണ്ണാണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക് കുസും റാണി. നിന്റെ അമ്മയ്ക്ക് ഈ വയസ്സിൽ കഷ്ടപ്പെടേണ്ടി വരില്ല. നിന്റെ അനിയന്റെ ഭാവി ശോഭനമൊക്കെ നല്ല വഴി പറഞ്ഞുതരാൻ കുസും റാണി. അതിനെന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നുമില്ല. ഈ പണം നീ തിരിച്ചു കൊണ്ടുവയ്ക്കോ. എന്നിട്ട് 5 മിനിറ്റ് എന്റെ കൂടെ നീ ചെലവാക്കിയാൽ മാത്രം മതി കുസും റാണി. അയ്യയ്യയ്യേ കുസും റാണി, ഈ പ്രോമിസിനോട്ട് കീരിയോട് എന്താ പ്രയോജനം? നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുസും റാണി. നീ എന്റെ കൂടെ എലിയും പൂച്ച കളിക്കാൻ പോവുകയാണോ? എങ്കിൽ ശരി, നീ എലി ഞാൻ പൂച്ച, നമുക്ക് കെട്ടിപ്പിടിച്ച് കളിക്കാം. അങ്ങനെ പറയരുത് കുസും റാണി. കുസുറാണി, ഞാൻ പറഞ്ഞ കേക്ക്. എങ്ങോട്ടാ പോകുന്നത്? എന്റെ കുസും റാണി, നീ ധീരതയാളിനെ അറിയില്ല. നീ എന്നെ കളിപ്പിക്കാൻ നോക്കുന്നല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഞാൻ ധീരതയാളാണെങ്കിൽ നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്റെ വേദനിച്ചിട്ട് വയ്യ. പിടിക്ക ആ പെണ്ണ് സേട്ടനെ കൊന്നിട്ട് ഓടി പോവുക. പിടിക്കവളെ, അവിടെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. പിടിക്ക വേഗം പിടിക്ക. നീ എങ്ങോട്ടാണ്? നിങ്ങൾ സേട്ടൻ അലറുന്ന ശബ്ദം കേട്ടില്ലേ? അവർ സേട്ടനെ കൊന്നു. ഞങ്ങൾ കേട്ടതാ. നീ ചേട്ടനെ കൊന്നിട്ടാണ് വന്നത്. നിങ്ങൾ വേഗം പോലീസിന് ഫോൺ ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് ഫോൺ ചെയ്യാം. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അതിനുശേഷം ഞാൻ നിന്റെ പണം മറച്ചു വെച്ചു. ദീനദയാളിന്റെ സേഫിൽ നിന്ന് എടുത്തു. എന്നെ കൊണ്ട് എടുത്തു മാറ്റി. എന്നാൽ പോലീസ് വന്നു. അവർ അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ ജയിലിലാക്കുമായിരുന്നു.
ഗൗതം, ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യരാത്മാക്കളെ പേടിക്കുമെന്ന്. പക്ഷേ ആത്മാക്കൾ മനുഷ്യരെ പേടിക്കാൻ തുടങ്ങിയോ? നോക്കൂ ഗൗതം, അവൾ വരേണ്ടതാണെങ്കിൽ ഇന്നലെ വന്നിരിക്കുമല്ലോ. ഗൗതം പ്ലീസ്. ശരി, ഇതെല്ലാം എന്റെ സങ്കല്പമാണെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. രാജേഷ്, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ. ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. നീ എനിക്കായി എത്ര ബുദ്ധിമുട്ട് സഹിച്ചേന്. അമിതാഭ്, നീ 2-3 ദിവസമായില്ലേ ഓഫീസിൽ പോയിട്ട്? നിങ്ങൾ രണ്ടുപേരും പോയിക്കോളൂ. അപ്പൊ നിങ്ങളോ? എന്നെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. നിനക്കറിയോ അമിതേ, ഈ പ്രാവശ്യം ഞാൻ കുസുമിനെ കണ്ടപ്പോ എനിക്ക് പഴയതുപോലെ പേടി തോന്നിയില്ല. എന്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഭയം ഞാൻ അടക്കി പിടിക്കുകയായിരുന്നു. ഒരുപക്ഷെ എനിക്ക് എന്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളെല്ലാം അടക്കി നിർത്താനായേക്കാം. നിങ്ങൾ പോയിക്കോളൂ. ഇല്ല, ഞാൻ പോവില്ല. രാജേഷ്, നിങ്ങൾ പൊയ്ക്കോളൂ. അമിത, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഐ എം ഫൈൻ. ഞാനൊരു ഭീരുവാണെന്ന് കരുതരുത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അമിത പ്ലീസ്. ഇപ്പൊ എന്റെ പേടി ഇതാണ്. എനിക്ക് ഭ്രാന്താണെന്ന് കരുതി നീ എന്നെ ഉപേക്ഷിക്കുമോ? Come on, ഗൗതം. Then relax. I'm fine. You can leave now. It's okay. Okay. വരൂ രാജേഷ്. Take care. You too. Bye. Bye. ബൈ. Bye. വക്കീൽ സാർ, ക്ഷമിക്കണം, ഞാൻ വരാൻ കുറച്ച് വൈകി. ഞാൻ മിഥ്യയല്ല. ഞാൻ അജിത് സോളങ്കിയുടെ വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു നിങ്ങൾ അജിത് സോളങ്കിയോട് പ്രോനോട്ടിനെ കുറിച്ച് ചോദിക്കാൻ തീർച്ചയായും വരുമെന്ന്. എങ്ങനെയാണ് ആ പ്രോനോട്ട് അജിത് സോളങ്കിയുടെ കയ്യിലെത്തിയതെന്ന്? അജിത് സോളങ്കിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് ഞാൻ ഇൻസ്പെക്ടർ പുള്ളിക്കാട്ടിയെ കാണാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ഈ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അനിയനും അമ്മയ്ക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നു. ആത്മാവുണ്ടെന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ലോകത്തെയും നിയമത്തെയും കോടതിയെയും ഞാൻ എങ്ങനെയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞത് നേരാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. എന്നാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചു അജിത് സോളങ്കിക്ക് റേസിൽ താല്പര്യമുണ്ടായിരുന്നത്, ക്ലബിൽ ചെന്ന് ചോദ്യം കളിക്കാനുണ്ടായിരുന്നത്. ഈ ശീലം കാരണം അയാളുടെ സ്വത്ത് മുഴുവൻ നശിക്കാനിടയായി. അതുകൊണ്ട് അയാൾ ദീനദയാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. എന്നാൽ പെട്ടെന്ന് ഇത്രയും രൂപ എവിടെ നിന്നാണ് അയാൾക്ക് കിട്ടിയത്? ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. അത് പോലീസിനും നിയമത്തിനും തീർച്ചയായും ബോധ്യമാവും. ആ തെളിവ് ഞാൻ നിരപരാധിയാണെന്ന് വ്യക്തമാക്കും. വക്കീൽ സാർ, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. വക്കീൽ സാർ, എന്റെ പേരിലുള്ള കൊലപാതകി എന്ന ഈ കളങ്കം ഈ തെളിവ് കൊണ്ട് മാഞ്ഞു പോകുന്നതാണ്. അതുകൂടാതെ എന്റെ അനിയന്റെയും എന്റെ അമ്മയുടെയും മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കളങ്കവും
മാഞ്ഞു പോകുന്നതാണ്. ആ തെളിവ് നിങ്ങൾക്ക് അജിത് സോളങ്കിയുടെ വീട്ടിൽ നിന്ന് കിട്ടും. വക്കീൽ സർ, ഇനി ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒരിക്കലും ഇവിടെ വരില്ല. ഒരിക്കലും. രാജേഷ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് വിശ്വസിക്ക രാജേഷ്. നിങ്ങൾ രണ്ടാളും പോയതിനു ശേഷം കുസും വന്നിരുന്നു. കുസും വീണ്ടും വന്നോ? ഹാ രാജേഷ്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു അവൾ നിരപരാധിയാണെന്നതിന്റെ എല്ലാ തെളിവും അജിത് സോളങ്കിയുടെ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന്. അതിന്റെ അർത്ഥം ഇതാണ്, ഈ കാര്യത്തിന് സത്യം അറിയണമെങ്കിൽ നമുക്ക് അജിത് സോളങ്കിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതെ രാജേഷ്. ശരി ഗൗതം, ഞാനും വരാൻ നിന്റെ കൂടെ. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഇന്ന് നിനക്ക് അവിടുന്ന് തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ നടന്നതെല്ലാം മിഥ്യയായിരുന്നുവെന്ന് നീ സമ്മതിക്കണം. അഥവാ തെളിവ് കിട്ടുകയാണെങ്കിലോ? എങ്കിൽ ആത്മാവുണ്ടെന്നത് സത്യമാണെന്ന് ഞാൻ സമ്മതിക്കും. ഞാൻ സമ്മതിക്കും. ശരി, വേഗം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞാൻ ഇൻസ്പെക്ടർ കുൽക്കർണിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. വരും. മിസ്റ്റർ സോളങ്കി, മിസ്റ്റർ സോളങ്കി, കഥ തുറക്ക്. വരൂ സർ. മിസ്റ്റർ സോളങ്കി എവിടെയാണ്? അകത്തെ മുറിയിലുണ്ട് സർ. കാണിക്കേ. വരൂ. ഇതാണ് മുറി സർ. മിസ്റ്റർ സോളങ്കി, കഥ തുറക്ക്. മിസ്റ്റർ സോളങ്കി, കഥ തുറക്കാൻ. ഇൻസ്പെക്ടർ സാർ, എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. ചവിട്ടി തുറക്ക്. ഞാൻ അജിത് സോളങ്കി, സേഠ് ദീനദയാലിനെ കൊന്നത് ഞാനാണെന്ന് ഈ കത്ത് മൂലം സമ്മതിക്കുന്നു. ഞാനാണ് അദ്ദേഹത്തെ കൊന്ന് എന്റെ പ്രോനോട്ട് അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്നത്. അതുകൂടാതെ ദീനദയാളിന്റെ സേഫിൽ നിന്നും അതിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും എല്ലാ പണവും ഞാൻ തന്നെയാണ് അപഹരിച്ചത്. അതിനകത്ത് കുസും ദീനദയാൽ സേഠിന് തിരിച്ചു കൊടുത്ത 5 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. ഈ കൊലപാതകം സന്ദർഭം പ്രയോജനപ്പെടുത്തി ഞാൻ തന്നെ ചെയ്തതാണ്. എന്നിട്ട് ആ കുറ്റം ഞാൻ കുസുമിന്റെ മേൽ ചുമത്തി. ഞാൻ കോടതിയിൽ കൊടുത്ത മൊഴി കള്ളമാണെന്ന് ഇതോടൊപ്പം സമ്മതിക്കുന്നു. കുസും നിരപരാധിയാണ്. അജിത് സോളങ്കി, ഇതാണ് സത്യം. കുസും നിരപരാധിയായിരുന്നു. ഗൗതം, എന്തു പറ്റി ഗൗതം?
ഒന്നുമില്ല.